നമസ്കാരം. ഇസ്രയേൽ ഹമാസ് വെടിനിർത്തലിന്റെ ആദ്യഘട്ടം ഇന്ന് അവസാനിക്കാനിരിക്കെ സ്ഥിരമായ വെടിനിർത്തൽ ഉറപ്പാക്കുന്നതിനുള്ള അടുത്ത ഘട്ടത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഇല്ലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഒക്ടോബർ 7-ന് രാജ്യത്തിന്റെ തെക്കൻ ഭാഗത്ത് പലസ്തീൻ സായുധ സംഘം ഇസ്രയേലിനെതിരെ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ആരംഭിച്ച 15 മാസത്തിലധികം നീണ്ട യുദ്ധത്തിന് ശേഷം ജനുവരി 19-ന് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരുന്നു. താൽക്കാലിക വെടിനിർത്തലിന്റെ ഭാഗമായി ഹമാസ് 25 ബന്ദികളെ മോചിപ്പിക്കുകയും 8 പേരുടെ മൃതദേഹങ്ങൾ ഇസ്രയേലിന് തിരികെ നൽകുകയും ചെയ്തിരുന്നു. ഇസ്രയേൽ ജയിലുകളിൽ തടവിലാക്കപ്പെട്ട 100 കണക്കിന് പലസ്തീൻ തടവുകാരെ പലസ്തീന് കൈമാറുകയും ചെയ്തു. മാസങ്ങൾ നീണ്ട കടുത്ത ചർച്ചയ്ക്ക് ശേഷം അമേരിക്ക, ഖത്തർ, ഈജിപ്ത് എന്നിവരുടെ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടം ഞായറാഴ്ച ആരംഭിക്കാനിരിക്കുകയാണ്. ഗാസയിൽ ഇപ്പോഴും തടവിലാക്കപ്പെട്ട ഡസൻ കണക്കിന് ബന്ദികളുടെ മോചനം ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അതേസമയം ഇസ്രയേൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്കായി അദ്ദേഹം ഒരു പ്രതിനിധി സംഘത്തെ ഈജിപ്തിലേക്ക് അയച്ചതായും പറയുന്നുണ്ട്. മുമ്പ് സമ്മതിച്ച ധാരണകൾ നടപ്പിലാക്കുന്നത് ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടയിൽ തന്നെ വെടിനിർത്തൽ കരാറിന്റെ അടുത്ത ഘട്ടങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ബന്ധപ്പെട്ട കക്ഷികൾ തീവ്രമായ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഈജിപ്തിന്റെ സ്റ്റേറ്റ് ഇൻഫർമേഷൻ സർവീസ് അറിയിച്ചിട്ടുള്ളത്. ചർച്ചകൾക്കായി ഇസ്രയേൽ, ഖത്തർ, അമേരിക്കൻ പ്രതിനിധികൾ കെയ്റോയിൽ എത്തിയതായി ഈജിപ്ത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ശനിയാഴ്ച പുലർച്ചെ വരെ സമവായത്തിന്റെ ലക്ഷണമോ ഈജിപ്ഷ്യൻ തലസ്ഥാനത്ത് ഹമാസ് പ്രതിനിധി സംഘത്തിന്റെ സാന്നിധ്യമോ ഉണ്ടായിരുന്നില്ലെന്ന് റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നതിനു പകരം ആദ്യഘട്ടത്തിന്റെ വിപുലീകരണത്തിലൂടെ കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കുക എന്നതാണ് ഇസ്രയേലിന്റെ മുൻഗണന എന്നാണ് പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞത്. യുദ്ധത്തിൽ കനത്ത നഷ്ടങ്ങൾ നേരിട്ടതിനു ശേഷം ഹമാസ് ആകട്ടെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നതിനായി ശക്തമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യാതൊരു കാലതാമസവും ഇല്ലാതെ കരാറിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാൻ ഇസ്രയേലിന് മേൽ ആഗോള സമ്മർദ്ദം ചെലുത്തണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹമാസിന്റെ ആക്രമണത്തിൽ ബന്ദികളാക്കപ്പെട്ട 251 പേരിൽ 58 പേർ ഇപ്പോഴും ഗാസയിൽ തന്നെ തുടരുകയാണ്. അതേസമയം ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാറ് നിലനിൽക്കണമെന്നാണ് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാറ് നിലനിൽക്കണമെന്നാണ് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഗസ ആദ്യഘട്ട വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായുള്ള അവസാന ബന്ദി കൈമാറ്റം വ്യാഴാഴ്ചയാണ് നടന്നത്. 4 ഇസ്രയേലി ബന്ദികളുടെ മൃതദേഹമാണ് കൈമാറിയത്. പകരം 100-ലധികം പലസ്തീൻ തടവുകാരെ ഇസ്രയേലും കൈമാറി. ജനുവരി 19-ന് ആരംഭിച്ച 42 ദിവസം നീണ്ട ആദ്യഘട്ട വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി 8 മൃതദേഹങ്ങളടക്കം 33 ബന്ദികളെയാണ് ഹമാസ് കൈമാറിയത്. 5 തായ് ബന്ദികളെ പ്രത്യേകമായും കൈമാറി. 1000-ലധികം പലസ്തീൻ തടവുകാരെ ഇസ്രയേലും കൈമാറിയിട്ടുണ്ട്.